നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ലോകത്തിന്റെ ഭയാനകരമായ അന്തരീക്ഷത്തിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. എവിടെ നോക്കിയാലും മനുഷ്യന്റെ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന, അവന്റെ മനസ്സിന് കലങ്ങുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രമാധ്യമങ്ങളോട് നാം നോക്കുകയാണെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി നാം പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അതിലേറെ ഭാരപ്പെടുന്ന അനേക വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരമുള്ള സ്നേഹമുണ്ട്. എന്നാൽ ഇന്ന് ഒരു കുടുംബത്തെ മറ്റൊരു കുടുംബം തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവം, ഒരു ഭവനത്തിനകത്ത് ഒരാൾ മരിച്ചു കിടന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു. അവരൊന്നിച്ച് ഒരിടത്ത് കൂടിയാൽ അവര് തമ്മിൽ എന്ത് ചെയ്യാം, അവരുടെ മനസ്സിന്റെ ഭാരങ്ങളെ അവര് ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സമയം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ ബന്ധമില്ല, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ല, തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാർക്ക് പോലും തമ്മിൽ അറിയുകയില്ല. ഇന്നടുത്ത് താമസിക്കുന്ന ആളാ ചോദിച്ചാല് പലപ്പോഴും അറിയാത്തൊരു സമയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ, ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഭാരത്തെ ചുമക്കുവാൻ നമുക്ക് ഒരാളുടെ കൈ കൊടുക്കുവാൻ കഴിയും. നമ്മുടെ തോളിലെ ഭാരത്തെ നമുക്ക് കൊടുക്കാൻ, എന്നാൽ മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ, നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ ഇന്ന് ആരുമില്ലാതിരിക്കുമ്പോൾ ഭാരം ചുമക്കുന്ന, വേദനകളെ ചുമക്കുന്ന, നമുക്ക് ആശ്വാസം തരുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ളത്. ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആത്മഹത്യയുടെ വക്കിലൊക്കെ ഞങ്ങൾ കടന്നു പോയതാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ലായിരുന്നു. എന്ത് ചെയ്യണം അനുഭവിക്കുന്ന ഒരു സമയങ്ങളിൽ ഞങ്ങളെ തേടി വന്ന യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ സ്നേഹിക്കാൻ. ഒരു മനുഷ്യനും പാപിയല്ലെന്ന് പറയാൻ കഴിയും. കള്ളം പറയുന്നത് പാപമാണ്. മറ്റുള്ള നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പാപമാണ്. ഏത് തെറ്റെന്ന ഒരു മനുഷ്യന് തെറ്റായി എന്ത് ചെയ്യുന്നു അത് പാപമാണ്. എന്നാൽ ഈ പാപത്തെ ക്ഷമിക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ചെറുതോ വലുതോ എന്നല്ല, നിങ്ങളുടെ പാപം എത്ര കടിയും ചുവപ്പ്. അതായത് പാപം ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഏത് തെറ്റിനെ ക്ഷമിക്കുവാൻ, നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, നിങ്ങളെ സ്നേഹത്തോടെ അരികത്ത് വിളിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുവാനുള്ളത്. ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സന്ദേശം ഞാൻ ശ്രവിക്കുന്നത്. നിങ്ങൾ എന്താ സന്ദേശം അല്ലെങ്കിൽ എന്തായി പറയുന്നത് ശ്രവിക്കാൻ വേണ്ടിയായിരിക്കും പക്ഷെ നിങ്ങൾ അവിടെ ആയിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള, കുഞ്ഞുങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. എനിക്ക് പറയുവാനുള്ള യേശുവിനെ കുറിച്ചാണ്. നിങ്ങൾ യേശുവിന് ഒന്നും കൊടുക്കണം, പകരം യേശുവെ എന്റെ സമാധാനം, എനിക്കൊരു ഭാരമായ വിഷയമാണ്, ആ വിഷയത്തിന് എനിക്ക് പരിഹാരം തരുവാൻ ആരുമില്ല, അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ എന്ന് നിങ്ങൾ ഹൃദയത്തോട് മനം തകർന്ന അവസ്ഥയിലൂടെ നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഏത് വിഷയമാണെങ്കിലും, എത്ര കഠിനമായ വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. വിഷയങ്ങൾക്ക് പരിഹാരമല്ല, അതിനേക്കാൾ ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളുടെ ഏത് ആപത്ത് ഘട്ടങ്ങളിലും നിങ്ങളെ മാനിക്കുന്ന, വിടുവിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇന്ന് ഈ സന്ദേശം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ളത്. ലോകത്തിന്റെ പോക്ക് കഠിനമായി കൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനമില്ല. എത്ര അധ്വാനിച്ചിട്ടും ഭവനത്തിനകത്തൊന്നും ലാഭമായി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടങ്ങളെ ലാഭമാക്കുന്നത് യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ ദൈവം ചെയ്യുവാൻ ഇടയാകും. സമാധാനം നിങ്ങളുടെ ജീവിതം ദൈവം നൽകുവാൻ ഇടയാകും. സന്തോഷം ദൈവം നൽകുവാൻ ഇടയാകും. ഭവനത്തിനകത്ത് ഞങ്ങളെ സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു.